നമസ്കാരം. ജൂത രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് അമേരിക്കയിലെത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ചയുടെ സമയമാണിത്. എന്താണ് ഉരുത്തിരിഞ്ഞു വരുന്നത്? 3 കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നു. ഈ വിസിറ്റിൻ്റെ പശ്ചാത്തലം, അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ ചില കാര്യങ്ങൾ സമ്മർദ്ദം നേരിടുന്നു. പ്രത്യേകിച്ച് മനുഷ്യാവകാശ വിഷയങ്ങളിൽ വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇസ്രായേൽ നേരിട്ടത്. ഇസ്രായേൽ ആക്രമണം നടത്തുന്നു, ഒരുപാട് പേരെ കൊന്നൊടുക്കുന്നു. ശരിയാണ്, ഈ ഒരു ടാലി എന്ന് പറയുന്നത്, ഡെത്ത് ടോൾ എന്ന് പറയുന്നത് ഒഫീഷ്യലി 50,000 കടന്നിട്ടുണ്ട്. 12,000 പേരോളം കാണാനില്ല. അങ്ങനെ 62,000-ൽ പരം പേരാണ് ഗാസയുടെ മണ്ണിൽ ഇപ്പോൾ ഒന്നുകിൽ മരിച്ചു അല്ലെങ്കിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അത്രയും പേര് ഭൂമുഖത്തില്ല എന്ന് വേണം കരുതാൻ. അതോടൊപ്പം തന്നെയാണ് ഒരു 17,000-ഓളം സ്ത്രീകളും കുട്ടികളും കാലയവനിക്കുള്ളിൽ മറഞ്ഞു കഴിഞ്ഞു. വലിയ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനമാണ്. പക്ഷേ അത് ജനറൽ പിക്ചറാണ്. പക്ഷേ സ്പെസിഫിക്സിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഭീകരമായ ഒരു ദൃശ്യം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. ആ വാർത്ത വന്നിട്ട് ഒരാഴ്ചയായി, പക്ഷേ ക്യാമറ കണ്ണുകളിലൂടെയുള്ള ദൃശ്യങ്ങൾ ലോകത്തിന് മുമ്പിൽ വന്നത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതായത് റെഡ് ക്രസൻറ്റിൻ്റെ ഒരു ആംബുലൻസ്, അതിൽ റെഡ് ക്രസൻറ്റിൻ്റെയും അനുബന്ധ ആതുര സേവന ഏജൻസികളുടെയും ജീവനക്കാർ, 14 ജീവനക്കാരും ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ ജീവനക്കാരനും ഉണ്ടായിരുന്ന ആ ഒരു വാൻ ഇസ്രയേലി ആക്രമണത്തിൽ തകരുന്നു. അവരെ രക്ഷപ്പെടുത്താനായി വന്ന മറ്റൊരു ആംബുലൻസ് ഇസ്രായേൽ ആക്രമണം അതിനെതിരെ സംഭവിക്കുന്നു. അപ്പോൾ അതിലെ ആളുകൾ കരഞ്ഞു പറഞ്ഞിട്ടും ഇസ്രായേൽ ഭടന്മാർ അവരെ വെട്ടിവെച്ച് വീഴ്ത്തുന്ന കാഴ്ചയാണത്. മാത്രമല്ല, ആ ഒരു ചിത്രം മരണത്തിന് മുൻപേ, ഇപ്പോൾ മരിച്ച ഒരാളിൻ്റെ മൊബൈൽ ഫോണിലെ ചിത്രം ഗാലറിയിൽ കണ്ട ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുന്നു. ആ വീഡിയോയിൽ ഇസ്രായേലി ഭടന്മാർ അടുത്ത് വരുന്നത് കാണാം. ഇദ്ദേഹം നിലവിളിക്കുന്നത് കേൾക്കാം. പ്രത്യേകിച്ച് ഒരു പ്രകോപനവുമില്ലാതെ തന്നെ ഇത് ആംബുലൻസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ആംബുലൻസിൻ്റെ സിഗ്നലുണ്ട്, ആംബുലൻസിൻ്റെ സൗണ്ട് പുറപ്പെടുവിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ക്യാമഫ്ലാഷ് അറ്റംപ്റ്റ് അല്ല. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം നേരത്തെ പിടിച്ച് വെടിവെക്കുകയാണ്. 2 ആംബുലൻസിലെയും ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നുകളഞ്ഞു. അതുമാത്രമല്ല, തൊട്ടടുത്ത് തന്നെ വലിയൊരു കിടങ്ങ് പോലൊരു കുഴിയുണ്ടാക്കി അതിൽ ഈ ശവശരീരങ്ങളും ആംബുലൻസും കൂടി ഇട്ട് അത് മൂടിയത് പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം വെളിയിൽ വന്നപ്പോഴാണ് നടുക്കുന്ന ചിത്രം ലോകം കാണുന്നത്. അത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര പ്രതിഷേധം ക്ഷണിച്ചു വരുത്തി. വേണമെങ്കിൽ ഇസ്രായേലിന് പറയാം, ഈ മനുഷ്യ കവചമായി ആശുപത്രികളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഈവൻ ആംബുലൻസുകളെ പോലും ഹമാസിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി, തുരങ്കങ്ങൾക്ക് പുറത്തൊരു സേഫ് ഇടമൊരുക്കാൻ വേണ്ടി ആംബുലൻസുകളെ ഉപയോഗിക്കുന്നു എന്ന വാദം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉയർത്താമെങ്കിൽ പോലും ഇത് ആ വാദത്തിന് നിരക്കുന്ന ഒന്നായിരുന്നില്ല. അത് വസ്തുതകളായി പറയുക എന്നതാണല്ലോ ധർമ്മം. അതായത് ഇസ്രായേൽ അനുകൂലമോ ഹമാസ് അനുകൂലമോ ആയ ഒരു വീഡിയോ അല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസാരമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആ ഒരു കാര്യം, ഒരു വസ്തുതയെ അതിൻ്റെ മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ അനുസരിച്ച് വിലയിരുത്തുക എന്നതാണ് ലക്ഷ്യം. അല്ലാതെ അന്ധമായ ഇസ്രായേൽ വിരോധമോ അന്ധമായ പാലസ്തീൻ വിരോധമോ സ്നേഹമോ ഒന്നും തന്നെ അവിടെ പ്രസക്തമല്ല. ഒരു വിഷയത്തിൻ്റെ മെറിറ്റ് അനുസരിച്ച് അതിനെ വിലയിരുത്തുക എന്നത് മാത്രമാണ്. ഈ പശ്ചാത്തലത്തിലാണ്, ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്കും വാഷിങ്ടണും അവിടെ ചെന്ന് പ്രധാനമായി ഒപ്പിടുന്ന കരാറുകളിൽ ഒന്ന് 20,000-ഓളം അസോൾട്ട് റൈഫിൾസിൻ്റെ ഒരു കണ്ടിൻജൻറ്റ് ബൈഡൻ ഭരണകാലത്ത് ഇസ്രായേലിന് നൽകാമെന്ന് ഏറ്റിരുന്നത് തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു ബൈഡൻ്റെ ഭരണകൂടം തന്നെ. ആ ഡീൽ അവിടെ പൂർണ്ണമായില്ല. പക്ഷേ ട്രംപ് അത് റിലീസ് ചെയ്യാൻ പോവുകയാണ്. സോ 20,000 മോർ റൈഫിൾസ്, അസോൾട്ട് റൈഫിൾസാണ്, മാരക പ്രഹരശേഷിയുള്ള 1-to-1 കോമ്പാറ്റിന് ഉപയോഗിക്കുന്ന അസോൾട്ട് റൈഫിളുകളാണ്. അത് അത്യന്താധുനിക അമേരിക്കൻ റൈഫിളുകളാണ്. ഇസ്രായേലിലേക്ക് എത്തുകയാണ്. ഇത് ബൈഡൻ തടഞ്ഞു വെച്ചതിൻ്റെ പ്രധാന കാരണം ഒരുപക്ഷെ ഇത് വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ ഇസ്രായേലി വ്യക്തികളുടെ, പൗരന്മാരുടെ കയ്യിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ അവിടെയുള്ള പലസ്തീനിയൻ ജനത, അവിടെ ഉള്ള മഹാഭൂരിപക്ഷം വരുന്ന പലസ്തീനിയൻ ജനതയെ നേരിടാനായി അവരൊരു പക്ഷേ കല്ലും സോഡാക്കുപ്പിയും ഒക്കെ എറിഞ്ഞുകൊണ്ട് അവർ പ്രതിഷേധം സൃഷ്ടിച്ചേക്കാം. അവരെ നേരിടാൻ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഗൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള റൈഫിളുകൾ ഉപയോഗിച്ചാൽ വലിയ രക്തപ്പുഴ അവിടെ ഒഴുകും. ഇത്
ഇസ്രയേലി കുടിയേറ്റക്കാർക്ക്, പ്രത്യേകിച്ച് ഗസയിലല്ല വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാർക്ക് അവരുടെ കയ്യിലേക്ക് എത്താതെ ഇരിക്കാനുള്ള ബൈഡൻ്റെ ഒരു പ്രതിരോധ നടപടിയായിരുന്നു. അതങ്ങനെയല്ല, വേണമെങ്കിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾ കൂടെയുണ്ട് എന്ന ജനാധിപത്യ രാജ്യമായ അമേരിക്കയുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു സമീപനമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഇസ്രയേലിനെ സന്തോഷിക്കാൻ വകയുണ്ട്. അതോടൊപ്പം തന്നെ ചർച്ച ചെയ്യേണ്ട മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഇസ്രയേലിൻ്റെ ഗാസ അധിനിവേശ പദ്ധതി. ഗാസയുടെ പൂർണ്ണമായി പിടിച്ചെടുക്കലല്ല, അത് ഓൾറെഡി കൺട്രോളിലാണ്, ഇസ്രയേൽ കൺട്രോളിലാണ്. അല്ല എങ്കിൽ ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു, ഹമാസ് തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നു ഒക്കെയാണ്. അപ്പോൾ യുദ്ധം നടക്കുകയാണ്. പക്ഷേ ഗാസയുടെ ഭൂമിയുടെ ഒരു കിഴക്കും വടക്കും തെക്കും ഭാഗം, പടിഞ്ഞാറ് കടലാണല്ലോ, ഇസ്രയേലുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് ബഫർ സോണുകളുണ്ട്, അല്ലെങ്കിൽ നോ വാർ സോൺ എന്ന് വേണമെങ്കിൽ പറയാം, സുരക്ഷാ മേഖലകൾ. ആ സുരക്ഷാ മേഖലകളുടെ വ്യാപ്തി കൂട്ടിക്കൊണ്ട് അവിടങ്ങളിലെ കുറച്ചുകൂടി ഭൂമി ഇസ്രയേൽ പിടിച്ചെടുക്കാൻ ഈ ദിനങ്ങളുടെ പോരാട്ടത്തിൽ പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് ഇസ്രയേൽ അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ കാറ്റ്സ് എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ വാക്കിൽ നിന്നും ആ ഒരു അനക്സേഷൻ പോളിസി അവിടെ വരികയാണ്. ഓൾറെഡി വളരെ കുറച്ച് ഭൂമി മാത്രമേ ഗാസയ്ക്കുള്ളൂ എന്ന് ഓർക്കണം. 365 ചതുരശ്ര കിലോമീറ്റർ ഭൂമി മാത്രമാണ് ഗാസയിലുള്ളത്. അവിടെ ഈ 23 ലക്ഷം ജനങ്ങൾ തിങ്ങി പാർക്കുകയുമാണ്. ആ ഭൂമിയുടെ ഏതാണ്ട് 1/3 അതുകൂടി കവർന്നെടുക്കാനുള്ള ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ ആഗ്രഹം, ഇസ്രയേലിൻ്റെ ചിന്ത, തീരുമാനം. അതാണ് ഈ യുദ്ധം പ്രലോഭം ചെയ്യാനുള്ള ഒരു കാരണമായി നിരീക്ഷകർ കരുതുന്നത്. അത് ശരിയാണ് എങ്കിൽ അതിന് അമേരിക്കൻ അപ്രൂവൽ വാങ്ങുക എന്നതും ഒരു പരിധിവരെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അമേരിക്ക സന്ദർശനത്തിൻ്റെ പിന്നിലുണ്ട്. അതുമാത്രമല്ല, റഫ അതിർത്തി വളരെ തന്ത്രപരമായ അതിർത്തിയാണ്. അതായത് ഈ ഗസയുടെ തെക്ക് പ്രദേശത്തെ നെജേവ് ഡെസേർട്ടിലേക്ക് ഇറങ്ങാവുന്ന, അല്ലെങ്കിൽ ഡെസേർട്ട് ഭാഗമാണ്, അത് ഈജിപ്തിൻ്റെ കൺട്രോളിലുള്ള ഈജിപ്തിൻ്റെ പ്രദേശമാണ്. ആ മരുഭൂമിയിലേക്ക്, സൈനായ് മരുഭൂമിയിലേക്ക് ഇറങ്ങാനുള്ള പ്രദേശമാണ്. സൈനായ് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് വലിയ മരുഭൂമിയാണ്, കൂട്ടം മരുഭൂമിയാണ്. അവിടെ പക്ഷേ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈജിപ്തിലേക്ക് ചെല്ലാൻ പറ്റും. അത് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ റഫ അതിർത്തിയുടെ ഇടയിൽ ഒരുപാട് കോറിഡോറുകളുണ്ട്. ഒരു മെയിൻ കോറിഡോറുണ്ട്, അതിന് പുറമെ മറ്റ് കോറിഡോറുകളും അവിടെ സ്ഥാപിക്കുന്നു. ഇസ്രയേൽ വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ദക്ഷിണ ഗാസ ഭാഗത്ത്, റഫ ഭാഗത്ത് നടക്കുന്നു. ഇതേ മേഖലയിൽ തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആംബുലൻസ് ആക്രമണം സംഭവിച്ചതും, ഏതാണ്ട് ഇതേ മേഖലയിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ കോറിഡോറുകളിലൂടെ ഭാവിയിലും യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാലും ഒരു വെടിനിർത്തൽ പദ്ധതി അനുസരിച്ച് കോറിഡോറുകളുടെ നിയന്ത്രണം ഇസ്രയേലിന് തന്നെയാണെങ്കിൽ ഒരിക്കൽ പോലും ഗസയിൽ സമാധാനമുണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഗസയുടെ ജനങ്ങളെ ഞെരുക്കാൻ സാധിക്കും ഇസ്രയേലി കോറിഡോറുകളിലൂടെ. അപ്പോൾ കോറിഡോറുകളുടെ നിയന്ത്രണത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകണം. അതാണ് ട്രംപുമായി സംഭാഷണത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം. പിന്നീട് ട്രംപിൻ്റെ തന്നെ പദ്ധതിയാണ് റിവേറ ആക്കി മാറ്റുക. ഗസയിലെ ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ചുകൊണ്ട് ഈ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്തുകൊണ്ട് അതൊക്കെ വലിയ ഒന്നാന്തരം ഉദ്യാനം, പൂന്തോട്ടം, ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റുക. ആ പദ്ധതി എങ്ങനെ മുന്നോട്ട് പോകും? ഇനി അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടനെ തന്നെ പശ്ചിമേഷ്യ സന്ദർശിക്കുന്നുണ്ട്. സൗദി അറേബ്യയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം നടത്തുന്ന ആദ്യ വിദേശ സന്ദർശനം യൂറോപ്പിലേക്കല്ല, സാധാരണ ബ്രിട്ടനിലേക്കാണ്, ലണ്ടനിലേക്കാണ്. അതൊന്നുമല്ല, ഇപ്രാവശ്യം സൗദി അറേബ്യയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ആദ്യ വിദേശ സന്ദർശനം ഈ ഊഴത്തിൽ. അങ്ങനെയെങ്കിൽ അറബ് രാജ്യങ്ങളെ പിണക്കാൻ പാടില്ല. ഈജിപ്റ്റ് മുന്നോട്ട് വെച്ചതും അറബ് ലീഗ് അംഗീകരിച്ചതുമായ $56 ബില്യൺ പുനരുദ്ധാന പദ്ധതി, അത് ഗാസ പുനരുദ്ധാന പദ്ധതി, അതിനോടുള്ള അമേരിക്കൻ പ്രതികരണവും ഇസ്രയേലിനോട് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇസ്രയേൽ അമേരിക്കയും ഏതാണ്ട് ഒന്ന് തന്നെയാണ്, അവരുടെ താല്പര്യങ്ങൾ കൺവേർജ് ചെയ്യുന്നു. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതാണ് ഒരു കാര്യം. ഒരുപക്ഷെ ഏറ്റവും അവസാനത്തേതും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ഇതൊന്നും തന്നെയല്ല. അമേരിക്കയുടെ ആക്രമണ പദ്ധതി ഇറാനെതിരെ, ഹൂതികൾക്കെതിരെയും ഇറാൻ എന്ന രാജ്യത്തിനെതിരെയുമുള്ള ഒരു ഓൾ ഔട്ട് ആക്രമണ പദ്ധതി അമേരിക്കയുടെ മൂശയിൽ ഉരുത്തിരിയുന്നുണ്ട്. അതിന് ഇസ്രയേൽ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോഗ് ഇൻ ദ സ്കീം ഓഫ് തിങ്സ്. അങ്ങനെയെങ്കിൽ ഇസ്രയേലിൻ്റെ കൂടെ ആഗ്രഹമാണ് ഇറാനിൽ നിന്നുള്ള ഒരു ഭീഷണി അവസാനിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലിനെ ശാന്തമായി വസിക്കാനാവും എന്ന ഇസ്രയേലിൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും തമ്മിൽ ഗാഢമായ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാമറ കണ്ണുകൾക്ക് മുന്നിലായിരിക്കില്ല. സെലൻസ്കിയും ട്രംപും തമ്മിൽ ക്യാമറ കണ്ണുകൾക്ക് മുമ്പിൽ വെച്ച് നടത്തിയ ആകെ ചളകുളമായ ആ ചർച്ച പോലെ ആവില്ല. ഇത് വളരെ രഹസ്യമായി തന്ത്രപരമായ
ചർച്ചകൾ അരങ്ങേറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഇറാൻ യുദ്ധസന്നദ്ധമായി നിൽക്കുന്നു. അമേരിക്കയുടെ സ്റ്റെൽത്ത് ബോംബേഴ്സ് ഉൾപ്പെടെ ഡിഗോഗാഷയിൽ വിന്യസിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ അതിൻ്റെ 10 താവളങ്ങൾ വെസ്റ്റ് ഏഷ്യയിലെ താവളങ്ങളിൽ യുദ്ധ കാഹളം മുഴങ്ങുന്നു, സന്നാഹം ഒരുങ്ങുന്നു. ഇതൊക്കെ ഒരു യുദ്ധം ആസന്നമായി എന്ന അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ പ്രത്യേകമായി ഇസ്രായേൽ അമേരിക്കയും തമ്മിൽ അക്കാര്യത്തിൽ വ്യക്തമായ ചില ധാരണകളും ഉറപ്പും ആവശ്യമുണ്ട്. അതും ഈ സന്ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉള്ള ഒരു പ്രത്യേക ലോകത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ തന്നെ നെതന്യാഹു ആൻഡ് ട്രംപ് ചർച്ചകളിലേക്ക് കേന്ദ്രീകരിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ നാം കടന്നു പോകുന്നത്.